വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട മാസയോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ശ്രേഷ്ഠ ദൈവദാസന്മാർക്കും ഇന്നത്തെ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ എൻ സ്റ്റീഫൻ അവർകൾക്കും നമ്മുടെ സെൻറ്ററിന് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകുന്ന എബ്രഹാം ജോർജ് പാസ്റ്റർ ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഇപ്രകാരം ഒരു മാസയോഗം കൂടുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും ദൈവം തന്നു. ഈ ആലയത്തിൽ ഇത്രയും സന്തോഷത്തോടെ കൂടി വരുവാൻ കർത്താവ് മുഖാന്തരം ഒരുക്കിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ശക്തമായ കാലാവസ്ഥയുടെ പ്രയാസങ്ങളുണ്ടായിരുന്നു, ശക്തമായ മഴ ഇന്നലെയും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല കാലാവസ്ഥ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, കർത്താവിനെ വാഴ്ത്തുകയാണ്. വേഗത്തിൽ എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ ദൈവം തന്ന ഒരു ദൈവിക ചിന്ത നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചിന്തിച്ച് ദിവസത്തിലിരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 21-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. സ്തോത്രം. ഒരു രാജ്യത്തിൻ്റെ പ്രഥമനാണ് രാജാവ്. ആ രാജാവിന് സന്തോഷിക്കാൻ പലതും ആ രാജ്യത്തുണ്ട്. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ ഭക്തനായ ദാവീദ് പറയുന്നത്, ഇസ്രായേലിൻ്റെ രാജാവായ ഞാൻ സന്തോഷിക്കുന്നത് രാജ്യത്തിലോ രാജ്യത്തിൻ്റെ പ്രജകളിലോ രാജ്യത്തിൻ്റെ വിസ്തൃതിയിലോ രാജ്യത്തിൻ്റെ കുതിരകളിലോ രഥങ്ങളിലോ അല്ല, എൻ്റെ ദൈവത്തിൻ്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇന്ന് പകൽ ഞാൻ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും ദൈവം നമ്മെ രക്ഷിക്കുന്നില്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ഈ മാസയോഗത്തിൽ നമ്മൾ സംബന്ധിക്കുന്നത് യഹോവ എൻ്റെ രക്ഷകനായി തീർന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. പാപത്തിൻ്റെ പടുകുഴിയിൽ ജീവിച്ച നമ്മളെ, പാപത്തിൻ്റെ അഴുക്ക് ചാലിൽ കിടന്ന നമ്മളെ, ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ ജീവിച്ചുകൊണ്ടിരുന്ന നമ്മളെ, പിശാചിൻ്റെ മക്കളായി ജീവിച്ചുകൊണ്ടിരുന്ന നമ്മളെ കർത്താവിൻ്റെ കൃപയാണ് രക്ഷിച്ചത്. ആ രക്ഷ അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദാവീദിനോട് ചോദിക്കാൻ, ദാവീദ് നിനക്ക് എന്താ ഇത്രയും സന്തോഷം? നിന്റെ ദൈവത്തിൽ നിനക്ക് ഇത്രയും സന്തോഷിക്കാനുള്ള കാരണം എന്താ? ദാവീദ് പറയുന്നത് അതിന്റെ 2-ാമത്തെ വാക്യമാണ്. പ്രൈസ് ദി ലോർഡ്. അവന്റെ ഹൃദയത്തിലെ, രാജാവിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു രാജാവ് എത്ര ഉത്തരവാദിത്വമുള്ള വ്യക്തിയാണ്. സ്തോത്രം. ആമേൻ. ആ രാജാവിൻ്റെ ഹൃദയത്തിൽ എത്ര ആഗ്രഹമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഒരു കുടുംബം പരമേൽപ്പിച്ച ഒരു കുടുംബനാഥന്, ഒരു മാതാവിന്, പിതാവിന് എത്രമാത്രം ആഗ്രഹം ഉണ്ടാകും ആ കുടുംബത്തെക്കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സെൻട്രൽ പാസ്റ്റർക്ക് നമ്മുടെ സെൻറ്ററിനെ കുറിച്ച് എത്രമാത്രം ആഗ്രഹം ഉണ്ടാകും. ഒരു സഭയുടെ ശുശ്രൂഷകന് ആ സഭയെ കുറിച്ച് എത്രമാത്രം ആഗ്രഹമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ആഗ്രഹമുണ്ട്, പക്ഷേ പലതും സാധിക്കാറില്ല. ഇന്നിവിടെ ഇരിക്കുന്നവർക്കും ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, ഒത്തിരി സ്വപ്നങ്ങളുണ്ട്, വാഗ്ദത്തങ്ങളുണ്ട്. പക്ഷെ നടക്കുന്നില്ലെങ്കിൽ ഭാരപ്പെടരുത്. നിനക്ക് കഴിയാത്ത കാര്യം എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാനത് പൂർണ്ണമായും തീർത്തു തരാമെന്ന് അരുളി ചെയ്തൊരു ദൈവം നമുക്ക് ഇന്ന് പലകാലം ജീവനോടെ നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിരിക്കുകയാൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവ നിനക്ക് നൽകി തരും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്, അത്യാഗ്രഹമുണ്ട്. ഇത് മൂന്നും ഒരു മനുഷ്യനെ വേട്ടയാടുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആവശ്യവും അത്യാവശ്യവും അത്യാഗ്രഹവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കർത്താവ് ആവശ്യമല്ല അത്യാവശ്യമാണെന്ന്, പ്രൈസ് ദി ലോർഡ്, അത്യാവശ്യമാണെന്ന് ഈ മാസം തീരുന്നതിന് മുൻപ്, ഈ ദിവസം അവസാനിക്കുന്നതിന് മുൻപ്, ഈ മാസയോഗം തീരുന്നതിന് മുൻപ് എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ട ചില ആഗ്രഹങ്ങളുണ്ട്. അത് സ്വർഗത്തിലെ ദൈവം സാധിപ്പിക്കുമെന്ന് ഇന്ന് പലകാലം വിശ്വസിച്ചാൽ, വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഈ ആലയത്തിൽ നിന്ന് പലകാലം വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ.
ആഗ്രഹമില്ലാത്തവരെല്ലാം ചത്തവരാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ആഗ്രഹങ്ങളുണ്ട്. പെൻഡിങ്ങിൽ കിടക്കുന്ന ആഗ്രഹം, നടക്കാതെ പോയ ആഗ്രഹങ്ങൾ, നടക്കാതെ പോയ ആഗ്രഹങ്ങളെല്ലാം എഴുതി തള്ളുന്നവരാണ് കൂടുതൽ പേരും. ഇന്ന് പകൽക്കാലം ദൈവജനത്തോടും ദൈവദാസന്മാരോടും ഞാൻ പറയാം, നടക്കാതെ പോയ ഒരാഗ്രഹം നീ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കാര്യം സാധ്യമാക്കുന്ന നിന്റെ കയ്യിൽ അത് സാധ്യമാക്കി തരുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം ജീവനോടെ നമ്മുടെ മധ്യത്തിലുണ്ട്. അത് വിശ്വസിക്കുന്നവർ അക്കരമൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യോ. ഹല്ലേലൂയ. കിട്ടിയില്ലെന്ന് വിചാരിച്ച് ആഗ്രഹം വലിച്ചെറിയരുത്. പ്രാർത്ഥിച്ചു, ദൈവദാസനോട് പറഞ്ഞു, ദൈവമക്കളോട് പറഞ്ഞു, സഭായോഗത്തിന് സാക്ഷ്യം പറഞ്ഞു, മാസയോഗത്തിന് സാക്ഷ്യം പറഞ്ഞു, വലിയ കൺവെൻഷൻ സ്റ്റേജുകൾ സാക്ഷ്യം പറഞ്ഞു. പക്ഷെ കിട്ടിയില്ല. ആഗ്രഹം എന്ത് ചെയ്യരുത്? വലിച്ചെറിയരുത്. ഇന്ന് പകൽക്കാലത്തെ സങ്കീർത്തന പ്രബോധനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ ദൈവത്തിന് കൈമാറിയിട്ടുണ്ടെങ്കിൽ, ലോകത്തിലെ മനുഷ്യനാ കൈമലർത്തിയത്, ലോകത്തിലെ മനുഷ്യനാ നോ പറഞ്ഞത്, നീ ലോകത്തിലെ വാതിലും മുട്ടിയിട്ടുണ്ടെങ്കിൽ അതാ കൊട്ടിയടയപ്പെട്ടത്. എന്നാൽ സ്വർഗം പറയുകയാ, ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരും. സ്തോത്രം. 78 സങ്കീർത്തനം 29 വാക്യം ഒന്ന് വായിച്ച്. ഇസ്രായേൽ മക്കളുടെ ആഗ്രഹം ദൈവം സാധിപ്പിച്ചവിടെ വായിക്കുന്നുണ്ട്. 78 സങ്കീർത്തനം 29 വാക്യം. അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു. ഇസ്രായേൽ ജനത്തിന്റെ ആഗ്രഹം അസാധ്യമായിരുന്നു. അവരുടെ ആഗ്രഹം, ഈ മരുഭൂമിയിൽ ഞങ്ങൾക്ക് ദൈവം അപ്പം തരുമോ? അപ്പം തിന്നാൻ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഈ മരുഭൂമിയിൽ ഞങ്ങൾക്ക് ദൈവം കാളയെ അറക്കുമോ? ഇറച്ചി കഴിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഈ മരുഭൂമിയിൽ ശുദ്ധമായ ജലം ഞങ്ങൾക്ക് കുടിക്കാൻ ദൈവം തരുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അസാധ്യങ്ങളുടെ മുമ്പിലാണ് ആവശ്യം ഉയർന്നു നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മരുഭൂമി ഒന്ന് കഴിയട്ടെ എന്നല്ല ദൈവം പറഞ്ഞത്. ആ മരുഭൂമിയിൽ അവരുടെ ആവശ്യം ദൈവം അവർക്ക് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവം തമ്പുരാൻ എന്നെ പുറത്തു കൊണ്ടുപോകാതെ നീ ആയിരിക്കുന്ന ഇടത്ത് തന്നെ നിർത്തി നിന്റെ ആഗ്രഹം നിനക്ക് തരുന്നവനാണ് ദൈവം തമ്പുരാൻ. ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ സാക്ഷ്യം പറയാനുണ്ട്. എൻ്റെ ആഗ്രഹം ദൈവം എനിക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. തന്ന ഒരനുഭവം ദൈവത്തിന്റെ വചനത്തിനകത്തുണ്ടെങ്കിൽ അത് ആ വചനം പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയിൽ ഇസ്രായേൽ മക്കളുടെ ആഗ്രഹം കർത്താവ് സാധിപ്പിച്ചെങ്കിൽ എൻ്റെ ആഗ്രഹവും കർത്താവ് എനിക്ക് തരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 107 സങ്കീർത്തനം 30 വാക്യം കൂടെ ഒന്ന് വായിക്കാം. 107 സങ്കീർത്തനം 30 വാക്യം. ആഗ്രഹിച്ച ഒരു തുറമുഖം, പക്ഷേ അതിന് വളരെ പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു. ആഗ്രഹം കൊള്ളാം, പക്ഷേ അസാധ്യം. പ്രൈസ് ദി ലോർഡ്. ആഗ്രഹിച്ച ഒരു തുറമുഖം. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് എന്നോട് പറഞ്ഞ ഒരു തുറമുഖം, ഞാൻ ആവശ്യപ്പെടുന്ന ഒരു തുറമുഖം, പക്ഷേ വളരെ പ്രതികൂലങ്ങൾ അതിൻ്റെ നടുവിലുണ്ടായിരുന്നു. അവിടെ കൊടുങ്കാറ്റുണ്ടായിരുന്നു, തിരമാലകൾ ഉണ്ടായിരുന്നു, എത്തിക്കത്തില്ലെന്ന് വാദിച്ച ശക്തികൾ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലവും ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്നെ അവിടെ എത്തിക്കത്തില്ലെന്ന് പ്രാർത്ഥിച്ചോ, പക്ഷെ നീ അവിടെ എത്തത്തില്ല. ഉപവസിച്ചോ, പക്ഷെ നീ അവിടെ എത്തത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന ഏതെങ്കിലും ദുർഭൂത ശക്തികൾ, ഈ പട്ടണത്തെ വാഴുന്ന, നിന്റെ ദേശത്തെ വാഴുന്ന, നിന്റെ സഭയ്ക്ക് ചുറ്റും വാഴുന്ന അന്ധകാര മണ്ഡലങ്ങൾ അതിനു നേരെ വെല്ലുവിളിച്ചാൽ ആഗ്രഹിച്ച തുറമുഖത്ത് നിന്റെ പടകിനെ എത്തിക്കുന്ന സ്വർഗമുണ്ട്. ശത്രു എത്ര ബലവാനാണെങ്കിലും, നിന്നെ പിടിച്ചിരിക്കുന്ന രോഗം എത്ര കരുത്തുള്ളതാണെങ്കിലും, പ്രൈസ് ദി ലോർഡ്, സ്വർഗ്ഗസ്ഥനായ ദൈവം തമ്പുരാൻ ആഗ്രഹിച്ച തുറമുഖത്ത് നിന്നെ എത്തിക്കും. ഈ ദൂതൊന്ന് പലക്കാലം ഏറ്റെടുത്തോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ട തുറമുഖത്ത് ചെന്നല്ല. സ്തോത്രം. ഹല്ലേലൂയ.
78 വയസ്സുള്ള ഒരു അമ്മച്ചി സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇതല്ലായിരുന്നു എൻ്റെ ഭർത്താവെന്ന്. കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, 78 വയസ്സായി. ആഗ്രഹിച്ചതല്ലായിരുന്നു, ആലോചന വന്നത് വേറെയാ, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടതും വേറെയാ, പക്ഷേ എൻ്റെ പാരൻസിൻ്റെ മാതാപിതാക്കളുടെ ഇഷ്ടത്തിനാണ് ഇദ്ദേഹത്തെ ഞാൻ കെട്ടിയതെന്ന്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആഗ്രഹിച്ചതൊന്ന്, കിട്ടിയത് വേറൊന്ന്. അതുകൊണ്ട് തൃപ്തിപ്പെടാനാണോ ആഗ്രഹം? കിട്ടിയത് കൊണ്ട് പോകരുത്. ആഗ്രഹിച്ച തുറമുഖത്ത് എൻ്റെ ദൈവം തമ്പുരാൻ നിന്നെ എത്തും. പ്രൈസ് ചെയ്യാമേ, എൻ്റെ ദൈവം തമ്പുരാൻ നിന്നെ എത്തിക്കും. പ്രൈസല്ലോ, ആ സാക്ഷ്യം എത്രയും വേഗം നിന്റെ ആദരത്തിൽ കർത്താവ് തരാൻ പോകുകയാ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: തിരമാലകളെ അടക്കേണ്ടതിനെ കർത്താവ് അടക്കി. ആമേ, ശാസിക്കേണ്ടതിനെ കർത്താവ് ശാസിച്ചു, ശാന്തമാകേണ്ടതിനെ കർത്താവ് ശാന്തമാക്കി. ഇന്ന് പകൽക്കാലം നിന്റെ ജീവന് മുകളിൽ ഏതെങ്കിലും ശക്തി അഴിഞ്ഞാടുന്നുണ്ടെങ്കിൽ, നിന്റെ ജീവനെ അന്ധകാരമണ്ഡലം വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ സഭയ്ക്ക് നേരെ ദുഷ്ടശക്തികൾ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ, അതിനെ ശാന്തമാക്കാൻ എൻ്റെ കർത്താവിൻ്റെ കൽപ്പന ഇന്ന് പകൽക്കാലം പുറപ്പെടുകയോ യേശുവിൻ്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ജയമപ്പോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: യെരിഹോ കോട്ട അടച്ച് ബന്ദോബസ്താക്കി. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. യെരിഹോ കോട്ട അടച്ച് ബന്ദോബസ്താക്കി. ഹല്ലേലൂയ. വലിയ മതിൽ പണിയുന്നതും കൂറ്റൻ ഗേറ്റ് നിർമ്മിക്കുന്നതും അതിനകത്ത് തോക്കും പിടിച്ച് പാറാവുകാരത്ത് നോക്കെ കൊള്ളാം, നല്ലതാ. പക്ഷെ എന്തിനാണെന്ന് കർത്താവ് വിലയിരുത്തും. ഇവരെന്തിനാ ഇത് അടച്ചത്? ഇസ്രായേൽ ജനം അകത്തു കയറക്കരുത്. ദൈവം നയിച്ചു കൊണ്ടുവരുന്ന ജനം ഇതിനകത്ത് പ്രവേശിക്കരുത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആഗ്രഹിച്ച തുറമുഖത്ത് എത്താൻ കഴിയാതെ വണ്ണം എത്ര വാതിലുകൾ നിനക്കെതിരെ കൊട്ടിയടയപ്പെട്ടാലും, അടയപ്പെട്ട വാതിലുകൾ കണ്ടാണ് ഈ മാസയോഗത്തിന് നീ വന്നതെങ്കിൽ, തിരിച്ചു ചെല്ലുമ്പോൾ ആ വാതിൽ തുറക്കപ്പെടുന്നത് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ആ കൊട്ടിയടയപ്പെട്ട വാതിൽ നിന്റെ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള പ്രാർത്ഥനയുടെ മറുപടി എൻ്റെ കർത്താവ് നിന്റെ കയ്യിൽ തരുമെന്ന് വിശ്വസിക്കുന്നവർ ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യോ. പ്രൈസ് ദി ലോർഡ്. രാജാവ് പറയുകയാ, എനിക്ക് സന്തോഷിക്കാനുള്ളത് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം നിറവേറിയാൽ 10 കോടി ലോട്ടറി അടിച്ചവൻ മാറി നിൽക്കും. എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നിറവേറിയാൽ ഞാൻ ആരാ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിറവേറിയാൽ നിന്റെ മുഖഭാവം തന്നെ മാറും, നിന്റെ സ്ഥിതി മാറും, നിന്റെ ഭാവം മാറും, നിന്റെ ആരാധന മാറും, നിന്റെ ജീവിതം മാറും. അത് വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യോ. എനിക്ക് ലഭിച്ച സമയം അവസാനിച്ചിരിക്കുന്നു. അവപ്രകാരം അവസരം ഒരുക്കിയ ബഹുമാന്യ കർത്തൃദാസന്മാർക്ക് പ്രത്യേക നന്ദി. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.